എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് പോകുന്നത് നമ്മുടെ നെല്ലിയാമ്പതിക്കാണ് പോകുന്നത്. നമ്മൾ പോണത് ഈ വണ്ടിയിലാട്ടോ. ഓക്കെ, നമ്മൾ ഗൈസ് ഞങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനോടൊക്കെ താറ്റ പറഞ്ഞിട്ട് പോകണം. ഞങ്ങൾ പോണത് എൻ്റെ 2 കസിനും പിന്നെ ചെറിയച്ഛനും ചെറിയയും അങ്ങനെയായിട്ട് ഞങ്ങൾ പോവാണ്. ഓക്കെ, ഞങ്ങൾ രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു മോർണിംഗ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് അവിടെ കയറണം വെച്ചിട്ടാണ് നമ്മൾ ഹിൽസ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും നമുക്ക് ഈ നേരം മോർണിംഗ് കുറച്ച് ആയിട്ട് കാണാം കേട്ടോ. ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് എന്തായാലും. അപ്പോൾ അങ്ങനെ കുറച്ച് സൂര്യനൊക്കെ കുറേ ഉദിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നമുക്ക് ഈ ആ ഒരു കസിനെയും കൂടി പിക്കപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ബ്രോനെയും കൂടി പിക്കപ്പ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ എല്ലാം നമുക്ക് ഇനി ഒരു കടയിൽ കയറിയുമ്പോൾ ജസ്റ്റ് ചായ എന്തെങ്കിലും കുടിക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടാകുന്നില്ല. എന്തെങ്കിലും സ്നാക്സൊക്കെ അതിൽ കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ അത് നമ്മളൊരു 6-7 മണിൻ്റെ ഉള്ളൂ. അപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഒരു കടയിൽ നിന്ന് ഇനി ഒരു ചായ കഴിച്ചിട്ട് കുടിച്ചിറങ്ങാം. ഇനി നമുക്കത് അവിടെ നിന്ന് നമ്മുടെ ഹില്ല് കയറുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെ സാധനം നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. ഒരു സൺറൈസ് കാണാൻ വരും. സൺറൈസ് ഈ നമ്മുടെ ബ്രിഡ്ജ് കാരണം കാണാൻ നമുക്ക് നമുക്ക് അടിയിൽ കൂടെ വേണം നമുക്ക് പോകാൻ. എന്നാലും നമുക്ക് സൺറൈസ് കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ആരൊക്കെ കേട്ട് നമ്മുടെ നെല്ലിയാമ്പതി പോവാത്തവർ ഉള്ളത് കമൻറ്റ് ചെയ്യും. എന്തായാലും ആദ്യം പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഈ വീഡിയോ കാണാമല്ലോ നിങ്ങൾക്ക് നെല്ലിയാമ്പതി. അവിടെ സൺറൈസ് ഉണ്ട്, പക്ഷേ നമുക്ക് ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ കാണാല്ലേ. നേരെ ക്ലിയർ ആയിട്ടുള്ള കിട്ടിക്കാൻ ഞാൻ കാണിക്കാം. നമ്മുടെ പാലക്കാടിലെ ലുലു മാൾ കഴിഞ്ഞ് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനിയും പോകാനുണ്ട്. ഇവിടെ എന്തോ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഓക്കെ നമ്മളങ്ങനെ പോത്തുണ്ടി ഡാമിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ പോത്തുണ്ടി ഡാമിൻ്റെതാണ്. അതിൻ്റെ റോഡ് വ്യൂ ആണ്. നമുക്ക് അതിന് മേലെ കാണുന്നതാണ് കഴിച്ച് നെല്ലിയാമ്പതി. നമുക്ക് അങ്ങോട്ട് ഇനി കയറണം. നമുക്ക് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കയറുന്നുണ്ട്. പിന്നെ നമുക്ക് ഫസ്റ്റ് വ്യൂ പോയിൻ്റ് അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ചെക്ക് പോസ്റ്റിലേക്ക് പോവാം. നമ്മളങ്ങനെ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ നമ്പറും നമ്മുടെ പേരും രജിസ്റ്റർ ചെയ്യാണ്ട് എന്നാലും നമുക്ക് എൻട്രൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ അറിവ് വെച്ചിട്ട് ഇവിടെ 7 മണിക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആകും. വൈകുന്നേരം 5 മണിയുടെ മുമ്പ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. അതുപോലെ സ്റ്റേ ചെയ്യണവർക്കൊക്കെ ആണെന്ന് വെച്ചാൽ വൈകുന്നേരം 4-5 മണിയുടെ മുമ്പ് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. അതിൻ്റെ മുമ്പ് നമുക്ക് ഇവിടെ കയറണം രാത്രി സ്റ്റേ ചെയ്യണവർക്ക്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് 8-8 ആയിട്ടുള്ളൂ വയസ്സ്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. നെല്ലിയാമ്പതി കാടുകളുടെ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ വേഗം കയറണം. നമുക്ക് നല്ല വല്ല സാധനങ്ങളും കണ്ട് തിരിച്ചിറങ്ങാൻ പറ്റുള്ളൂ കറക്റ്റ് സമയത്തിന്. വല്ല മൃഗങ്ങളെയൊക്കെ ആനയോ പുലിയോ അതേപോലെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ കാണിക്കുക കേട്ടോ. നമ്മൾ അടുത്ത ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ കാണുന്ന കുറേ ഹിൽസൊക്കെ നമുക്ക് കയറാനുള്ളത് തോന്നുന്നു. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതിവിടെ നൈസായിട്ട് വണ്ടി എത്തി നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാണ്ട്. അപ്പോൾ നൈസായിട്ട് വണ്ടി എത്തി വ്യൂ പോയിന്റിൽ ഫുള്ളൊന്ന് നോക്കാം. ഓക്കെ, വ്യൂ പോയിന്റിൽ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താൽ അപ്പോൾ കുറച്ച് കുരങ്ങന്മാരും നമ്മൾ ഡോറ് വന്നപ്പിക്കും. അവന്മാർ വന്ന് അതിന് ഫുഡിനുള്ള വെച്ചിട്ട് അവന്മാർ വണ്ടിയിലൊക്കെ അങ്ങോട്ട് വന്ന് നമ്മൾ കഴിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. അതിനുള്ള റൂട്ടാണ്. ഞാൻ കഴിഞ്ഞ കൂടെ കഴിച്ച് നമ്മളൊരു മാനിനെ കണ്ടു, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മാനിൻ്റെ ഫുട്ടേജ് മാത്രം കിട്ടിയില്ല. നമുക്ക് കുരങ്ങിൻ്റെ കണ്ടാണ്. കുരങ്ങിനൊക്കെ നമ്മൾ കാണാനുണ്ട്. ഇപ്പം ഓറഞ്ച് തോട്ടം തോന്നുന്നത്. പിന്നെ നമ്മളൊരു തേയിലത്തോട്ടം കണ്ടു. നീണ്ടു കിടക്കുന്ന ഒരു തേയിലത്തോട്ടം കണ്ടു. നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു തേയിലത്തോട്ടമുണ്ട്. അങ്ങനെ നമ്മളെ സീതാർകുണ്ടിൻ്റെ അവിടുത്തെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇത് പോപ്സ് ഗ്രൂപ്പിൽ നിന്ന് വന്നുകൊണ്ടാണ് ആർച്ചിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. അവരുടെയാണ് തോന്നുന്നു ഈ സ്ഥലം. ഓക്കെ, അവിടെ ആരെങ്കിലും ഇവിടെ ഒരു വീട് പോലെ എന്തോ കാണുന്നുണ്ട്. റോഡൊക്കെ വളരെ മോശമാണ് ഗൈസ്. റോഡൊക്കെ അത്യാവശ്യം മോശമാണ്. ഓക്കെ, അവിടെ ആരും നിൽക്കുന്നുണ്ടോ? അവിടെ ആരും നിന്ന് കൈ കാണിച്ചു. അവിടെ നീ ചെക്കിങ് ഉണ്ട് തോന്നുന്നു. അവിടെ ഇവിടെ ഒന്നും ഫീ ഇല്ല. നമുക്ക് നേരെ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ പോവുക, അത്രേ ഉള്ളൂ. സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് നമ്മൾ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മൾ സെക്കൻഡ് ലൊക്കേഷൻ എത്തി നമ്മുടെ സീതാർകുണ്ട് വ്യൂ പോയിന്റ്. അപ്പോൾ നമുക്ക് തന്നെ ഇവിടെ വലുത് പാർക്കിംഗ് ഏരിയയാണ്. നമുക്ക് നേരെ ഞങ്ങൾ നടന്നു പോകണം. ഇതിങ്ങനെ ഇവിടെ കഴിച്ച് നല്ല കാറ്റ്, നല്ല രീതിക്ക് കാറ്റുണ്ട്. നല്ല കാറ്റ് നല്ല രീതിക്ക് കാറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. നല്ല രീതിക്ക് കാറ്റുണ്ടായിരുന്നു. അപ്പോൾ നല്ല തണുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അല്ല സ്വെറ്ററൊന്നും ഇട്ടില്ലെങ്കിൽ നല്ല വിറച്ചിതാവും. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഗൈസ് ഇവിടെ ഈ ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നത് നമ്മുടെ മേത്തുകൂടി വന്ന് വീഴും.
നമ്മുടെ ഈ സൈഡിൽ കൂടെ കാറ്റിൻ്റെത് കൊണ്ട് നല്ല ഇതും വരുന്നത് വെള്ളമൊക്കെ വന്ന് തെറിക്കുന്നുണ്ട് ഇവിടെ ഉണ്ട്. ഇവർ മൊത്തത്തിൽ ഈ ഗാർഡനൊക്കെ നനയ്ക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ നമ്മുടെ മേത്തിൽ കൂടെ വരും. പിന്നെ ഗൈസ് അടുത്ത് എൻ്റെ ബ്രദറിനെ ക്യാമറ കൈമാറാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗൈസ് ഇതാണ് ഞങ്ങളുടെ ഗ്യാങ്. ഓക്കെ, എന്നെ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞാൻ ക്യാമറ പോക്കി. ആ താഴെ കണ്ട ബ്ലാക്ക് ഞാനാട്ടോ, അതാണ് ഞാൻ. നമ്മളങ്ങനെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കാണാൻ കിടിലം വ്യൂ പോയിന്റ്, നല്ല വ്യൂ ആയി, അടിപൊളി വ്യൂ ആയിരുന്നു. ഓക്കെ, നമ്മൾ അവിടുത്തെ വ്യൂ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഗൈസ് ഈ സൈഡിൽ കാണാൻ നമ്മുടെ ക്യാമറമാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ നെല്ലിയും ഇവിടുന്ന്. ഓക്കെ, നമ്മളെന്നാലും കുറച്ച് ഈ അങ്ങോട്ട് ആ അറ്റം വരെ പോകാൻ പറ്റും. നമുക്ക് അന്നേരം അങ്ങോട്ട് പോകണം. നമ്മൾ കുറേ മെല്ലെ മെല്ലെ നീങ്ങി എത്തുന്നുള്ളൂ. ഇവിടെ മൊത്തത്തിൽ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ പാറയൊക്കെയാണ് ഗൈസ്, നേരെ നോക്കിയാൽ ഇങ്ങനെ താഴെ കിടക്കും. നമുക്ക് വേണ്ട ആ അറ്റം വരെ പോവാണ്ട്. ഇവിടെ നിന്നൊക്കെ കാണുന്ന വ്യൂ അതൊക്കെ അടിപൊളി കഴിച്ചു. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഇതാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണം. അത്രയും കിട്ടിയിട്ടാണ് ഇവിടെയൊക്കെ വ്യൂ. നമ്മുടെ താഴത്തേക്കൊക്കെ നല്ല വ്യൂ എല്ലാം കാണാം. അപ്പോൾ നമ്മൾ മൊത്തം അവിടെ എല്ലായിടത്തും പോയി വന്നു കഴിച്ചു. നമ്മുടെ സീതാർകുണ്ട് വ്യൂ പോയിന്റ് മൊത്തം നമ്മൾ കണ്ടു. നമുക്കിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഫുഡും കഴിക്കണം. അപ്പോൾ നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകട്ടോ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ നിന്ന് തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും കണ്ടോ ഗൈസ്, കുറേ തേയിലത്തോട്ടം കാണാം നിങ്ങൾക്ക്. ഇതൊക്കെ മറ്റേ പോപ്സ് ഗ്രൂപ്പിൻസിൻ്റെയാണ് തോന്നുന്നു ഈ തേയിലത്തോട്ടം മൊത്തം. നമുക്കതിന് അടുത്തൊരു വ്യൂ പോയിന്റ്. എനിക്കിതിൽ ചില സ്ഥലങ്ങളൊന്നും അറിയില്ല ഗൈസ്, ഞാൻ താഴെ കൊടുക്കും കേട്ടോ ചില എനിക്കറിയുന്ന സ്ഥലങ്ങളിലൊക്കെ. ഇത് ഗൈസ് എന്ത് ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ ഒരു മറ്റേ റിസോർട്ടാട്ടോ. നമ്മൾ നേച്ചത് വെറുതെ റിസോർട്ടിലേക്ക് വന്നാണ് ജസ്റ്റ് ഒന്ന് നിനക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ വൺ ഡേ ട്രിപ്പ് കേട്ടോ, അത് ഞാൻ പറയാൻ പറഞ്ഞു. ഈ വൺ ഡേ ട്രിപ്പാണ്. നമ്മൾ ജസ്റ്റ് റിസോർട്ടൊക്കെ ഒന്ന് കറങ്ങാനും സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വന്നതാണ്. ഇവിടെ എന്തോ വ്യൂ പോയിൻറ്റും ഉണ്ട്, നമുക്ക് അതൊക്കെ നോക്കണം. ഗൈസ് ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യാനൊക്കെ അടിപൊളി കേട്ടോ. അവിടെ അതിന് ലൊക്കേഷൻസൊക്കെ ഉണ്ട്. അതുപോലെ ട്രക്കിംഗ് ഒക്കെ ഉണ്ട് രാത്രി. ഇവിടുത്തെ അതുപോലെ കുട്ടികൾക്ക് കളിക്കാനായാലും കുറേ പ്ലേ ഗ്രൗണ്ട്, നമുക്ക് ജസ്റ്റ് ഈവനിങ് ഒക്കെ വന്നിട്ട് കിട്ടുന്ന റിസോർട്ടാണ് കേട്ടോ. ഞങ്ങൾ ഫുള്ള് ചുറ്റി ഒന്ന് കറങ്ങട്ടെ റിസോർട്ട് മൊത്തം. അപ്പോൾ നമ്മൾ റിസോർട്ടൊക്കെ മൊത്തത്തിൽ ഒന്ന് കറങ്ങി നമ്മൾ തിരിച്ച് പോവുകയാണ്. നമുക്ക് ഇനി അടുത്ത നെക്സ്റ്റ് ലൊക്കേഷനിലേക്കൊക്കെ പോകണം. പിന്നെ ഫുഡ് കഴിക്കണം, അതൊക്കെ മെയിനാണ്. എന്നാൽ നേരെ നമുക്ക് നമുക്ക് ഇനി ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഉച്ചഭക്ഷണം നമ്മൾ കഴിച്ചത് ഇവിടുന്ന് കേട്ടോ. ഈ ഹോട്ടലിൽ നിന്നാണ് നമ്മൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒരു KSEB ഓഫീസിൻ്റെ മേലാണ്. പിന്നെ കഴിച്ച് നമ്മൾ പോണ വഴിയിൽ കുറച്ച് പന്നിക്കുട്ടന്മാരെ കണ്ടു. അവർ കുളിക്കുകയായിരുന്നു. നമ്മൾ നൈസിൽ അവിടെ നിന്ന് എടുത്തില്ല. താഴെ കുറേ പന്നിക്കുട്ടന്മാരെ കാണാം. ഇവിടെ കുറേ എണ്ണം ഇവിടെ നടക്കുന്ന കാട്ടുപന്നികളാണ് ഫുൾ ഗൈസ്. മൊത്തം കാട്ടുന്നുണ്ട്. കുറേ എണ്ണം ഉണ്ട്, 1 2 3 നല്ല കുറേ ഉണ്ട്. നമുക്കതിൽ ഇനി അടുത്ത ലൊക്കേഷൻ നമുക്ക് നോക്കണം. ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെയുള്ള മരങ്ങൾ കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. ഉണ്ടോ ഇതുപോലെ മരങ്ങളെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നിൽക്കുന്നത് കിടിലം മരം. ഇതൊക്കെ എന്തും മരങ്ങളെ അറിയില്ല കേട്ടോ എനിക്ക്. അത് അടിപൊളി രസമുണ്ട്. പിന്നെ നമ്മളങ്ങനെ അടുത്ത് കാപ്പിത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. തേയിലത്തോട്ടത്തിൽ നിന്ന് നേരെ നമ്മൾ കാപ്പിത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ എത്തിയിട്ടുണ്ട്. ഇത് മറ്റേ കാടിൻ്റെ ഉള്ളിൽ വെച്ച പോലെ ഉണ്ട്. മറ്റേത് ഓപ്പൺ ആയിരുന്നു, ഇത് ഒരു ഉള്ളിലേക്ക് ആയ പോലെ. നമ്മളതിനെ മറ്റേ ഉച്ചഭക്ഷണം കഴിച്ച് നേരെ നമ്മുടെ അടുത്ത നദിക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു ബ്രിഡ്ജുണ്ട്, അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മളങ്ങനെ നമ്മുടെ ലൊക്കേഷനിൽ എത്തി. നമ്മളെ ബ്രിഡ്ജുള്ള ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ബ്രിഡ്ജിൻ്റെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെയും അവിടെ കാപ്പിത്തോട്ടങ്ങളാട്ടോ ഗൈസ്. മറ്റേ തേയിലല്ല, കാപ്പിയാണ് അധികം ഇത് കൂടെയൊക്കെ ഉള്ളത്. ആ കാണാൻ നമ്മുടെ ബ്രിഡ്ജ്. നമ്മളതിൽ കുറച്ച് വെള്ളം കണ്ടില്ലേ, ഒരു പുഴ പോലെ. ആ വെള്ളം ഇങ്ങടാണ് വരുന്നത്. നമുക്കത് ഈ ബ്രിഡ്ജ് കൂടെ നമുക്ക് അറ്റം വരെ പോകണം. ആകെ ഈ ബ്രിഡ്ജ് തന്നെ ഉള്ളൂ ഗൈസ്. താഴെ മഴക്കാലമൊക്കെ ആകുമ്പോൾ
നല്ല വെള്ളം ഉണ്ടാവും. നമുക്കത് നല്ല ഭാഗം ഇവിടെ തന്നെ കാണില്ല. ഈ ബ്രിഡ്ജും പിന്നെ കുറേ വെള്ളം മഴക്കാലമാണ് ഇവിടെ കാണാൻ കുറച്ചുകൂടി കിടിലം ഉള്ളത്. ഇപ്പോൾ കുറച്ച് വെള്ളം കമ്മിയാണ്. നല്ല വെയിൽ കഴിച്ചു, മുട്ടം വെയിലാണിത് ഇവിടെ. നല്ല അത് നമ്മൾ അവിടെയൊക്കെ തണുപ്പാണ്, അത് പിന്നെ ഇങ്ങോട്ടൊക്കെ എത്തിയപ്പോൾ കുറച്ച് ചൂടാവും തുടങ്ങി. സ്വെറ്ററൊക്കെ ഇട്ട് വന്നപ്പോൾ ചെറിയ ചൂടുണ്ട്. ഇപ്പോൾ നല്ല ഒരു 1 മണിയൊക്കെ സമയമാണ് ഇപ്പോൾ, അതുകൊണ്ടാണ് തോന്നുന്നു ചൂട് ഇപ്പോൾ എല്ലാം തോന്നിക്കുന്നത്. പക്ഷെ ബാക്കി കുറേ നേരം നമുക്ക് തണുപ്പഞ്ഞുണ്ടാകുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ചൂട് അറിയുന്നുണ്ട്. അപ്പോൾ ഈ പാലത്തിൻ്റെ താഴത്തേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും. നമുക്ക് ശരി താഴത്തേക്ക് ഇറങ്ങാം. ഓക്കെ, നമുക്ക് ആ വെള്ളത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. മറ്റേ നല്ല വെള്ളമുള്ള സമയത്താണ് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം, വെള്ളം കമ്മിയാണല്ലോ. പോകുമ്പോൾ വേണം നമുക്ക് ഈ പാലത്തിൽ നിന്ന് ഇത് വീഡിയോ എടുക്കാൻ. അത് ഞാൻ കാണിച്ചായിട്ട് ഈ വീഡിയോയുടെ അവസാനമല്ല, നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് തന്നെ ഇവിടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. വൈൽഡ് ലൈഫാണോ അവരുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സാണോ അതിനോട് അവരോട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് വെള്ളത്തിന്. നമുക്ക് അതിനനുസരിച്ച് ചെറിയ 2-3 ഫുട്ടേജസ് ഒക്കെ കഴിച്ചാൽ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം വെള്ളത്തിൻ്റെ. ഇവിടെയൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾ സേഫായിട്ട് ഇറങ്ങാൻ നോക്കാം. ചെറുതായ വെഴുക്കലൊക്കെ ഉണ്ട്, നിങ്ങൾ സേഫായിട്ട് ഇറങ്ങാൻ നോക്കണം എല്ലാവരും. അപ്പോൾ നമ്മളങ്ങനെ അവിടെ അത്ര ഫോട്ടോസും ഇതൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് നമ്മൾ നേരെ വെള്ളം ചാടി കടന്ന് പോകുന്നു കേട്ടോ. വെള്ളത്തിൻ്റെ കൂടെ അങ്ങനെ ആഴമൊന്നുമില്ല, നമ്മൾ നേരെ കൂടെ ക്രോസ് ചെയ്ത് പോകുന്നു. മറ്റേ പാലത്തിൻ്റെ വരുന്ന വീടൊക്കെ പറഞ്ഞില്ലേ ഗൈസ്, ആ വീടൊക്കെ വേണ്ടി നമ്മൾ പോവുകയാണ്. നമുക്ക് ഈ കൂടെ കയറി പോവാം. നടക്കാനുള്ള വഴി ഉണ്ട്. നമ്മൾ നേരെ പാലത്തിൽ കൂടെ വരുന്നത് അതിൻ്റെ താഴത്തു കൂടെ നമ്മൾ ക്രോസ് ചെയ്ത് വന്നു. ഇനി വേണം ഗൈസ് ഇവിടെ വീടൊക്കെ. പക്ഷെ ഇതിലൊരു മണ്ടത്തരം പറ്റി. ഞങ്ങൾ ഇവിടെ എടുത്ത് സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടാണ്, മീൻസ് വീഡിയോ ഓണാക്കി വെച്ച്. അപ്പോൾ ഈ സെൽഫി സ്റ്റിക്ക് കുത്തിക്കൊണ്ട് ഇവിടെ വരുന്ന ഡയലോഗ്സൊക്കെ മിസ്സായി. നമ്മളൊന്ന് വീഡിയോ സ്റ്റേബിളായി കിട്ടാൻ വേണ്ടി അങ്ങനെ എടുത്താണ്. പക്ഷെ അത് മണ്ടത്തരമായി പോയി. നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഈ കസിൻ കുറച്ച് ഡയലോഗൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊക്കെ അവിടെ നിന്ന് മിസ്സായി പോയി. ഞങ്ങളത് അത്ര പ്രതീക്ഷിച്ചില്ല അവിടെ അങ്ങനെ സെൽഫി സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് പോകുന്നത്. അടുത്ത് നമ്മുടെ ചെറിയച്ഛൻ്റെ വാക്കാണ്. അവിടെ നിന്ന് ഇങ്ങനെ ചെറിയച്ഛൻ വരുന്നുണ്ട്. ചെറിയച്ഛനോട് ഞങ്ങൾ പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് ആക്ട് ചെയ്തിട്ട് വരാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഇവർ എന്താ ഇപ്പോഴത്തെ കാര്യം ഫെസ്റ്റിവൽ നമ്മൾ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഇവർ നൈസായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലൊന്ന് പോയതാണ്. തിരിഞ്ഞു നോക്കട്ടെ, നീ ഞാൻ പറഞ്ഞില്ലേ തിരിഞ്ഞു നോക്കും. ഇതിലേക്ക് പോവാണ്ട് അതായത് അടിപൊളി സ്ഥലങ്ങളുണ്ട് അവിടെ. ആകെ കുറച്ചുകൂടി വെള്ളം ഉള്ള ടൈമിൽ പോകാന്ന് വെച്ചാൽ അത്യാവശ്യം കിടിലാവും അത്. നമ്മളങ്ങനെ അടുത്ത ലൊക്കേഷൻ എത്തി. ഇവിടെ AVT ഇല്ലേ, അവരുടെ മറ്റേ ഫാക്ടറി ഞാൻ കാണിച്ചു തരാം. അവരുടെ ഇവിടെ തേയിലത്തോട്ടം മൊത്തം അവരുടെയാണ് തോന്നുന്നു ഈ ഭാഗത്തുള്ളത് തേയിലത്തോട്ടം. ഞാൻ കാണിച്ചു കേട്ടോ AVTയുടെ. ഇവിടുന്ന് കയറി കുറച്ചും കൂടി കയറിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുള്ളൂ മറ്റേ AVTയുടെ ഫാക്ടറി. നമ്മളുള്ളത് ഇപ്പോൾ ഈ ലൊക്കേഷനിലാണ്. ഇതിന് ലെഫ്റ്റ് സൈഡാണ് AVTയുടെ. ഇത് അമ്പലമാണെന്ന് എനിക്കുള്ളത്. നമ്മുടെ ലെഫ്റ്റ് സൈഡാണ് AVTയുടെ ഇതുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണും. നിങ്ങൾക്ക് എത്തോളം കാണാൻ പറ്റുന്നില്ല. ആ കാണുന്ന നമ്മുടെ AVTയുടെ ഫാക്ടറി. നമ്മൾ ഇവിടെ കഴിച്ച ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ വ്യൂ പോയിൻറ്റിലേക്ക് പോകണ്ട. പക്ഷേ ഇവിടെ മാത്രമേ കഴിച്ച് നമ്മളതിന് ഈ ഫീസ് വാങ്ങിയുള്ളൂ. ഇവിടെ നിന്ന് നമ്മളിന്ന് 20 ഒരാൾക്ക് 20 രൂപ വെച്ച് ഫീസ് വാങ്ങിയാണ് ഈ വ്യൂ പോയിൻറ്റിലേക്ക് പോകാൻ. ബാക്കി അവിടെ നമ്മളടുത്ത് ക്യാഷ് വാങ്ങിയിട്ടില്ല. ഇവിടുന്ന് മാത്രം നമ്മളിന്ന് ക്യാഷ് വാങ്ങിയത്. നമുക്ക് നേരെ വ്യൂ പോയിൻറ്റിലേക്ക് പോവാം. ഇവിടെ കഴിയുമ്പോൾ നല്ല മൃഗങ്ങളെയും കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഒറ്റ മൃഗങ്ങളില്ല. ഇവിടെ ആകെ കുറച്ച് കിളികളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ഉണ്ടാകുന്നില്ല ഇവിടെ. നമ്മൾ പോണ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു നോ എൻട്രി ബോർഡ് കണ്ടു വെച്ചാൽ അങ്ങനെയുടെ ഇതിലേക്ക് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് അങ്ങനെ കാണില്ല. അവിടെയാണ് നമുക്ക് പോകാനുള്ളത്. പിന്നെ സൈഡിൽ ഒരു വീടുണ്ട്. പക്ഷേ ആ വീടൊക്കെ മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുക കേട്ടോ. നമുക്കതിന് ഇവിടുത്തെ വ്യൂ എങ്ങനെയാണെന്നറിയില്ല. നമുക്ക് ഇവിടെ ഒരാൾക്ക് 20 രൂപ വെച്ച് വാങ്ങി, വേറെ ഏതൊന്നും വാങ്ങിയില്ല. നമുക്ക് ഇവിടുന്ന് നമ്മളിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇവിടുത്തെ വ്യൂ പോയിൻ്റ് അത്രയും കിടിലായത് കൊണ്ടാവണം അവർ വാങ്ങിയിട്ടുണ്ടാവുക. അല്ല ഇപ്പോൾ നേരെ വ്യൂ പോയിൻ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഇവിടെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. പക്ഷെ ഒത്തിരിയും ഒക്കെ അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ട് കിടക്കുന്ന ഓരോ ബിൽഡിങ്സും. മുമ്പൊക്കെ അവിടെ ആൾക്കാർ താമസമുണ്ടാകുന്നു തോന്നുന്നു. ഇപ്പോൾ അങ്ങനെ ആരുമില്ല. കുറേശ്ശെ ഇവിടുന്ന് വ്യൂ കാണുന്നുണ്ട്. നമ്മൾ മറ്റേ
ഇവർ സീതാർകുണ്ടെന്ന് കണ്ടില്ലേ അതേപോലെ ഒരു വ്യൂ ആണ് ഇവിടുന്ന്. ഇവിടെ നമുക്ക് നേരെ കാണുന്നത് മറ്റേ ഡാം കാണാൻ പറ്റും നമുക്ക് ഇവിടുന്ന്. വേറെ അങ്ങനെ വ്യൂ ഒന്നുമില്ല കഴിച്ചു. ഇവിടെ അങ്ങനെ കാണുന്നത് ആകെ ഡാമിൻ്റെ വ്യൂ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും ഇവിടെ നമുക്ക് കാണാനില്ല. കറക്റ്റ് എനിക്ക് കുറച്ചും കൂടി നമുക്ക് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ ഡാം വ്യൂ കിട്ടും, അല്ലാതെ കാര്യമായിട്ട് നമുക്ക് ഇവിടെ ഒന്നും കാണാനില്ല. ഇങ്ങനൊരു വ്യൂ മാത്രമേ ഉള്ളൂ. ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ട് നിർത്തി ആ വ്യൂ ഞാൻ കാണിച്ചു കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് അവിടെ കമ്പി വരെ നമുക്ക് പോകാൻ പറ്റും. ഒന്ന് വ്യൂ കാണിച്ചു തരാം. ഈ വ്യൂ മാത്രമേ കഴിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുള്ളൂ. കുറച്ചും കൂടി സൈഡിലേക്ക് നിൽക്കാം കേട്ടോ. ഈ വ്യൂ ആണ് നമുക്ക് ഇവിടെ അങ്ങനെ കാണുള്ളൂ. വേറെ അങ്ങനെ നമുക്ക് തിരിച്ചു പോകാം. അവിടെ നിന്ന് അങ്ങനെ കാണാൻ വലിയ വ്യൂ, വേറെ വ്യൂ അങ്ങനെയൊന്നും ഇല്ല. ഡാം വ്യൂ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ നൈസായി തിരിച്ചു. പക്ഷെ കുറേ നടക്കാനുണ്ട്, കുറേ നല്ല ഉള്ളിലേക്കുണ്ട്, നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് കയറിയ കയറ്റം മൊത്തം തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകണം. അപ്പോൾ കാഴ്ച എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. കാഴ്ച എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഇതാണ് നിങ്ങൾ എന്തായാലും പോയി എക്സ്പീരിയൻസ് ചെയ്യണം അവിടെ പോയിട്ട്. എന്തായാലും എനിക്ക് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അടുത്തൊരു കണ്ടന്റ്. ഗുഡ് ബൈ, പീസ് ഔട്ട്, ബൈ.